നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എ ലിറ്റിൽ മോർ പീസ് ആഡിങ് എ സ്പിരിച്വൽ ടച്ച് ടു ലൈഫ് എന്നാണ്. എ ലിറ്റിൽ മോർ പീസ്, കുറച്ചുകൂടി സമാധാനം. ആഡിങ് എ സ്പിരിച്വൽ ടച്ച് ടു ലൈഫ്, ജീവിതത്തിന് ഒരു ആത്മീയ സ്പർശം, സ്പിരിച്വൽ ടച്ച് നൽകുന്നു. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാചകമാണതല്ലേ, എനിക്ക് കുറച്ചുകൂടി സമാധാനം വേണം. ചില ആൾക്കാരോട്, വീട്ടിലുള്ളവരോട്, ജോലി സ്ഥലത്ത് നമ്മൾ പറയാറുണ്ട്, എനിക്ക് കുറച്ച് സമാധാനം തരുമോ എന്ന് ചോദിക്കാറില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണല്ലേ, സ്വല്പനേരം എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുമോ, കുറച്ചുകൂടി സമാധാനം. നോക്കൂ, എത്ര സമാധാനത്തിലുള്ളവർക്കും കുറച്ചുകൂടി സമാധാനം എന്നത് വലിയൊരു കാര്യമാണ്. പീസ്, സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? എക്സൈറ്റ്മെൻ്റ് ആണോ? അല്ല, എക്സൈറ്റ്മെൻ്റ് അല്ല. എക്സൈറ്റ്മെൻറ്റിന് എന്താ വേണ്ടത്? എനർജി വേണം, ഊർജം വേണം. പീസ് അഥവാ സമാധാനത്തിനോ ഒന്നും വേണ്ട. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒന്നും വേണ്ട എന്നൊരു ഫീലിംഗ് നെഗറ്റീവായിട്ടല്ല പറയുന്നത്. കാരണം എല്ലാം എന്നിലുണ്ട്, ഞാൻ എല്ലാം ആണ് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവമാണ് പീസ് അല്ലെങ്കിൽ സമാധാനം. ചിലപ്പോൾ കുറച്ച് സെക്കൻഡ്സേ നമുക്കത് ലഭിക്കുകയുള്ളൂ. ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, മെഡിറ്റേഷനിൽ ലഭിക്കും, അതല്ലാത്ത വേളകളിലും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം അവസാനിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നുമില്ല. ആ പ്രോബ്ലം അവസാനിക്കാൻ വേണ്ടി വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന തോന്നലിൻ്റെ പുറകിലുള്ള ഫീലിംഗ് ആണ് പീസ്, സമാധാനം. ഓക്കെ, ആ സമയത്ത് മനസ്സിനറിയാം എല്ലാം ഓക്കെയാണ് എന്ന്. ഇത് ഡോക്ടർ ഡേവിഡ് ആർ ഹോക്കിൻസിൻ്റെ ദ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അദ്ദേഹത്തിൻ്റെ ദ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എക്സ്പ്ലെയിൻഡ് എന്നൊരു പുസ്തകമുണ്ട്. അതിലെങ്ങനെയാണ് നമുക്ക് ഓരോരുത്തരുടെയും മുഴുവനായ പൊട്ടൻഷ്യൽ ആക്ച്വലൈസ് ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് പ്രഗത്ഭനായ സൈക്യാട്രിസ്റ്റായിരുന്നു, റിസർച്ചറായിരുന്നു, സ്പിരിച്വൽ ടീച്ചറും ആയിരുന്നു. നോക്കൂ, ഇത് മൂന്നും കൂടെ വരുന്ന സമയത്ത് ആ പാണ്ഡിത്യത്തിന് ഒരു മികവുണ്ട് അല്ലേ. 2012 അദ്ദേഹം മരിച്ചുപോയി, 88ാമത്തെ വയസ്സിൽ. ബട്ട് ഹി റിസർച്ച്ഡ് ഇൻ ടു ദിസ്. അപ്പോൾ ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബോധതലങ്ങളുടെ ഒരു ഭൂപടം, മാപ്പ്, ഈ മാനസികാവസ്ഥ അദ്ദേഹം കാണിക്കുകയാണ്. മാനസികാവസ്ഥ ഏത് തലത്തിലാണ്, നമ്മൾ ഏത് ലെവലിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിനെ ആസ്പദമായിട്ടായിരിക്കും നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇത്രയും മോശമായി പെരുമാറുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് മറ്റ് ചിലർ വളരെ നല്ലവരായിട്ടുള്ളത്, അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, പക്ഷേ എങ്കിലും അവരുടെ പെരുമാറ്റ രീതിയൊക്കെ എല്ലാം ഉള്ളതുപോലെയാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഇതാണ് ബോധതലത്തിൻ്റെ ഭൂപടം, ദ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ മാപ്പിൽ അദ്ദേഹം 0 മുതൽ 1000 വരെയുള്ള ഒരു സ്കെയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ബോധതലത്തിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം മാറും, ദൈവത്തെക്കുറിച്ചുള്ള ധാരണ മാറും, സ്വത്വത്തെക്കുറിച്ചുള്ള അനുഭവം മാറും. അപ്പോൾ ഇതിൽ താഴെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ അദ്ദേഹം കാണിക്കുന്നത് 20 എന്ന നമ്പറിൽ, 0 to 1000 സ്കെയിലാണേ. 20ൽ അദ്ദേഹം കാണിക്കുന്നത് ഷെയിമാണ്, നാണക്കേട്. നാണക്കേടിൻ്റെ വൈബ്രേഷൻ അദ്ദേഹം പറയുന്നു 20 ആണ്, ഏറ്റവും താഴെയാണ്. തൊട്ട് മുകളിൽ നോക്കൂ, ഗിൽറ്റാണ് വരുന്നത്, കുറ്റബോധം, 30 അതിന് മുകളിൽ ഗ്രീഫുണ്ട്, അപ്പാത്തിയുണ്ട്, ഗ്രീഫുണ്ട്, ദുഃഖം 75 മുകളിൽ വരുന്നു ഫിയർ, ഭയം. ഭയമൊക്കെ എത്രയോ താഴെ കടലുള്ളൊരു അനുഭവം, അവരുടെ അനുഭവമാണ് ഫിയർ ആങ്സൈറ്റിയൊക്കെ 100ലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിന് മുകളിലാണ് ആങ്കർ 150
അതിന് മുകളിൽ നോക്കൂ, പ്രൈഡുണ്ട് 175. ഇടയ്ക്ക് 125 ഞാൻ പറഞ്ഞില്ല, ഡിസയർ. അത് പറഞ്ഞാൽ പലരും ക്ലാസ് വിട്ടുപോകും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ തൽക്കാലം, ഈ ക്ലാസ് കഴിയുന്നത് വരെ. പിന്നീട് നമുക്ക് റിട്രീറ്റിലൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഈ ക്ലാസ്സിൽ അതൊന്നും വേണ്ട. ആങ്കർ ഇസ് 150. പ്രൈഡ് നോക്കൂ, അഭിമാനം അല്ലെങ്കിൽ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുമല്ലോ, അത് 175 വൈബ്രേറ്റ് ചെയ്യുന്നത്. ധീരത, ധൈര്യം, കറേജ് നോക്കൂ, 200 ആണ്. പിന്നെ വരുന്നു ന്യൂട്രാലിറ്റി, നിഷ്പക്ഷത, അത് 250 വൈബ്രേഷൻ. പിന്നെ വില്ലിങ്നെസ്, സന്നദ്ധത, 310 ആണ്. അതിന് മുകളിലാണ് ആക്സെപ്റ്റൻസ്, സ്വീകാര്യത, അത് 350. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കൂ, റീസൺ, യുക്തി, 400 വൈബ്രേഷൻ. അതിന് മുകളിലാണ് സ്നേഹം, ലവ്, ദാറ്റ് ഇസ് 500. അതിന് മുകളിലാണ് ജോയ്, ആഹ്ലാദം, 540. അതിനും മുകളിലാണ് പീസ്, സമാധാനം, 600. അവിടെയും നമ്മൾ ആരും എൻലൈറ്റൻഡ് ആയിട്ടില്ല. അദ്ദേഹം എൻലൈറ്റൻമെൻറ്റിൻ്റെ സ്റ്റേജ് പറയുന്നത് 700 മുകളിലേക്കാണ്. ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 700 and 1000 എന്നുള്ളതാണ്. രമണ മഹർഷിയൊക്കെ 1000 പൂർണ്ണതയിലായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീച്ചിങ്സ് നമുക്ക് തരാൻ സാധ്യമല്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? എ ലിറ്റിൽ മോർ പീസ്, കുറച്ചുകൂടി പീസ്. അപ്പോൾ പ്രൈഡ്, അഹങ്കാരത്തിലിരിക്കുന്ന ഒരാൾ എ ലിറ്റിൽ മോർ പീസ് എന്ന് പറഞ്ഞാൽ ആൾ മുകളിലേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ സ്പിരിച്വൽ ടച്ച് ആഡ് ചെയ്യുന്നത്, ആത്മീയ സ്പർശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായിരുന്നല്ലോ ടാഗ് ലൈൻ, എ സ്പിരിച്വൽ ടച്ച് ടു ലൈഫ്. എന്താണ് സ്പിരിച്വൽ ടച്ച് അഥവാ ആത്മീയ സ്പർശം? നമ്മളെല്ലാവരും സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി, നമ്മൾ മാത്രമൊന്നുമല്ല, ഇന്ന് വരെ ലോകത്തിൽ ജീവിച്ച ഓരോ വ്യക്തിയും ചെയ്തിട്ടുള്ള ഓരോ പ്രാക്ടീസസാണ് ഇവിടെ സ്പിരിച്വൽ ടച്ച് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ചിലർക്കത് പ്രാർത്ഥനയാകാം, ചിലർക്കത് വർഷിപ്പാകാം, ആരാധന. നമ്മളെക്കാൾ ഉയർന്ന ഒരു ശക്തി അവിടെ ഉണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ ആ ശക്തിയോട് നമ്മൾ സംവദിക്കുകയാണ്. അതാണല്ലോ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം, അല്ലേ? കാരണം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം തേടണം. അതിനുവേണ്ടി നമ്മൾ കണക്റ്റ് ചെയ്യുകയാണ് നമ്മളെക്കാൾ ഉയർന്ന ഒരു ശക്തിയിലേക്ക്. ചിലർ മറ്റു പല റിച്വൽസൊക്കെ ചെയ്യുന്നവരുണ്ട്, ആചാരങ്ങൾ, പല പല ട്രഡീഷൻസിലുള്ളത് പല ടൈപ്പ് ഓഫ് റിച്വൽസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത് നല്ലത് ഇന്നത് മോശമൊന്നല്ല പറയുന്നത്. ഇതെല്ലാം സ്പിരിച്വൽ ടച്ച് നമ്മൾ ആഡ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? സമാധാനത്തിന് വേണ്ടി. മറ്റ് പല ആളുകളും പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ പോകും, തീർത്ഥാടനങ്ങളിലേക്കൊക്കെ പോകും. വേറെ ചില ആൾക്കാർ സ്ഥിരമായി ധ്യാനിക്കും. ഇതെല്ലാം സ്പിരിച്വൽ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ പലരും നിശബ്ദത, സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ ഉപവസിക്കും, ഫാസ്റ്റിംഗ് സ്ഥിരമായി എടുക്കുന്നവരുണ്ട്. പല പേരുകളിൽ, വ്രതമായിട്ടും നോമ്പായിട്ടൊക്കെ. നമുക്ക് എല്ലാ കൾച്ചേഴ്സിലുള്ളതല്ലേ, എല്ലാത്തിലുമുണ്ട്. അപ്പോൾ മനുഷ്യനെ ഒന്ന് നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ഏതെങ്കിലും ഒരു പ്രാക്ടീസസിൽ ഇൻവോൾവ് ആയിരിക്കും. എന്തിനു വേണ്ടി? സമാധാനം ലഭിക്കാൻ വേണ്ടി. ചിലർ പുസ്തകങ്ങൾ വായിക്കും, സ്ക്രിപ്ചേഴ്സ് വായിക്കും, അവരുടെ മതവുമായി ബന്ധപ്പെടുന്ന ചില സ്ക്രിപ്ചേഴ്സ് ആയിരിക്കാം, സ്പിരിച്വൽ ബുക്സ് ആയിരിക്കാം. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിന് കുറച്ചുകൂടി അർത്ഥമുണ്ടാകണമെങ്കിൽ ഇപ്പോഴുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. ഉയർന്ന തലത്തിലുള്ള ചിന്താഗതി, അങ്ങനെയുള്ള പാഠ്യപദ്ധതികളൊക്കെ വേണമെന്ന് അവർക്കറിയാം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ചിലർ ഭജൻസ് പാടുന്നവരുണ്ട്, ചാൻറ്റിങ്, പലതരം മന്ത്രങ്ങൾ, അല്ലേ, ഇതെല്ലാം ചെയ്യുന്നവരുണ്ട്. ഇനി ഈ ഭാഗം ഒന്നും ചെയ്യാത്തവർ മറ്റ് ചില കാര്യങ്ങൾ ചെയ്യും. ചാരിറ്റി, സർവീസ്, സേവനം. അവർക്കൊരു സുഖം ലഭിക്കുന്നുണ്ട് സേവനം ചെയ്യുമ്പോൾ. അവർക്കൊരു നേട്ടവുമില്ല. ദാനം ചെയ്യുക, അതിലൂടെ നമുക്ക് ശരിക്കും ലഭിക്കുന്നത് സമാധാനമാണ്. ചിലർ ഇതൊന്നുമല്ല, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അച്ചടക്കത്തോടു കൂടെയുള്ള ലൈഫായിരിക്കും. ഓരോ ദിവസവും കൃത്യസമയത്തിന് ഓരോന്നോരോന്ന് ചെയ്യും. എഴുന്നേൽക്കലും പ്രാർത്ഥനയും ഭക്ഷണം കഴിക്കലും ഇതെല്ലാം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണ്.
ജീവിതം കൃത്യമായി അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നു. കാരണം ഒരു സ്പിരിച്വൽ ടച്ച് ആഡ് ചെയ്യുന്നു അവരുടെ ലൈഫിൽ. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ടു ബ്രിങ് മോർ പീസ്, കൂടുതൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ കൈ ഒരു സാധനത്തെ പിടിക്കാൻ ശ്രമിക്കുകയാണല്ലേ. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റാണ്, ഒരു മെഡൽ പോലെ ഉണ്ടല്ലേ. ഈ കൈയാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ അഥവാ ഞാൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഓരോന്ന് ലഭിക്കണം എന്നാണ്, ഓരോന്ന് നേടണം എന്നാണ്. എല്ലാ ക്ലാസ്സുകളിലും എല്ലാവരും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ തന്നെയാണ്. കാരണം ഒരു വസ്തുവിൽ സന്തോഷവും സമാധാനവും ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് എവിടെയോ നമുക്കുള്ളിലുണ്ട് തോന്നുന്നു. അപ്പോൾ ഈ സാധനത്തെ നമ്മൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പല സാധനങ്ങൾ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ, പലതരം ഒബ്ജക്റ്റുകൾ. ഈ ഒബ്ജക്റ്റ് ചിലപ്പോൾ ഒരു അവസ്ഥയായിരിക്കാം, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മുടെ സാഹചര്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകൾ നമ്മളോട് വ്യത്യസ്തമായി പെരുമാറിക്കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു. ഒരു പരിധിവരെ ശരിയാണ്. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലി, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും ആയിട്ടില്ല, അതൊന്നുകൂടെ ഒന്ന് തേച്ച് മിനുക്കി പോളിഷ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചാൽ എനിക്ക് കൂടുതൽ സമാധാനം കിട്ടും. ചിലർക്ക് പണമാണ് വേണ്ടത്, ജീവിതാവസാനം വരെ അവർ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ചിലർക്ക് ഇതൊന്നും വേണ്ട, പേര് മതി, പ്രശസ്തി മതി, അതിനുവേണ്ടി പണം മുടക്കുന്നവരും ഉണ്ട്. ഇതെല്ലാം ഒബ്ജക്ട്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. മറ്റു ചിലർ വിചാരിക്കുന്നു പ്രാർത്ഥനകൾ ദൈവം കേട്ടുകഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ മാറും. അവിടെയും എന്തോ ഞാൻ കാക്ഷിക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നറിയോ? എവിടെയാണ് ശരിക്കും നമ്മൾ പീസ് അല്ലെങ്കിൽ സമാധാനം അനുഭവിക്കുന്നത്? എവിടെയാണ് സമാധാനം അനുഭവപ്പെടുന്നത്? വേർ ഡു വി എക്സ്പീരിയൻസ് പീസ്? നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളെല്ലാവരും പലതും നേടാൻ ശ്രമിക്കുന്നു. ഒന്നും തെറ്റ് പറയുന്നില്ല കേട്ടോ, ഈ ക്ലാസ്സിൽ നമ്മളൊന്നിനെയും അധിക്ഷേപിക്കുന്നില്ല, ചെയ്യുന്നത് തെറ്റാവൊന്നും പറയുന്നില്ല. ഇതൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കൊരു മറ്റൊരു തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളിപ്പോൾ എന്തെല്ലാം ചെയ്യുന്നു എന്ന് കൃത്യമായ ബുദ്ധിയിലൂടെ നമ്മൾ അന്വേഷിക്കണം. അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഏത് വസ്തുവിനെയാണോ നമ്മൾ പിടിക്കാൻ ശ്രമിക്കുന്നത്, ആ വസ്തുവിൽ സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ എന്നാണ് ചോദ്യം. നമ്മൾ പറയുമുണ്ട്. എന്താ കാരണം? ആ വസ്തു എനിക്ക് ലഭിക്കുമ്പോൾ, എനിക്ക് റാങ്ക് ലഭിക്കുമ്പോൾ, എനിക്ക് നല്ല ഒരു ജോലി ലഭിക്കുമ്പോൾ, ലോട്ടറി അടിക്കുമ്പോൾ എനിക്ക് സന്തോഷം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അതിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ചോദ്യം കുറച്ച് മുമ്പ് ചോദിച്ചെന്തായിരുന്നു? എവിടെയാണ് നിങ്ങൾക്കത് അനുഭവപ്പെടുന്നത് എന്ന്. അതിലുണ്ട് എന്നുള്ളത് ഓക്കെ, അംഗീകരിക്കാം. പക്ഷേ അത് ലഭിക്കുമ്പോൾ ആ സന്തോഷമുണ്ടല്ലോ, ആ സമാധാനമുണ്ടല്ലോ, നിങ്ങൾക്ക് അനുഭവവേദ്യമായി വരുന്നത് എവിടെയാണ്? ആ വസ്തുവിലാണോ? അല്ല. അതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ആ വസ്തുവിൽ ശരിക്ക് പറഞ്ഞാൽ സന്തോഷമില്ല, സമാധാനമില്ല, ഒരു വസ്തുവിലുമില്ല. അതാണ് സത്യം. പക്ഷേ ആ വസ്തു സന്തോഷത്തെ അല്ലെങ്കിൽ സമാധാനത്തെ വെളിപ്പെടുത്തുന്നു, പ്രകടമാക്കുന്നു എന്ന് പറയാം. ശരിയല്ലേ? അതാണ് സത്യം. ആ വസ്തുവിൽ സന്തോഷമില്ല, എന്തു തന്നെയായാലും ശരി, ഒരു ബന്ധത്തിനും നമുക്ക് സമാധാനം ശരിക്ക് തരാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബന്ധം നമുക്ക് ഉണ്ടാകുമ്പോൾ സമാധാനം ലഭിക്കുന്നു. അപ്പോൾ ചോദ്യം, ആ ബന്ധത്തിലാണോ, ആ വ്യക്തിയിലാണോ സമാധാനമുള്ളത്, നമ്മിലാണോ? നമ്മിലാണ് സമാധാനം. ആ വ്യക്തിയെ നമുക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വസ്തു നമുക്ക് നമ്മുടെ വരുതിയിലാകുന്ന സമയത്ത് സമാധാനം ലഭിക്കുന്നു. അപ്പോൾ ആ വസ്തു നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ അല്ലെങ്കിൽ സമാധാനത്തെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഇത്രയും ക്ലിയറായി എങ്കിൽ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, ഉള്ളിൽ ഈ സമാധാനം അല്ലെങ്കിൽ സന്തോഷം പ്രകടമാകണമെങ്കിൽ അതവിടെ ആദ്യമേ ഉണ്ടായിരിക്കണ്ടേ? ഇല്ലാത്തതിനെ പ്രകടമാക്കാൻ സാധിക്കില്ല. ഇല്ലാത്തതിനെ പ്രകടമാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം മാറണം. അതിലാണ് സമാധാനമുള്ളതെന്ന്. ആ വസ്തുവിലാണ് സമാധാനമുള്ളത്. ആ വസ്തുവിലാണ് സമാധാനം, സന്തോഷമുള്ളത് എങ്കിൽ
അത് ഏത് സമയത്തും എനിക്ക് സന്തോഷവും സമാധാനം തരുന്നുണ്ടോ? നൽകുന്നില്ല. അതും സത്യമാണ് അല്ലേ? ചിലപ്പോൾ ലഭിക്കുന്നു, ചിലപ്പോൾ ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സത്യം നമുക്ക് പിടികിട്ടും. ഒരു വസ്തുവിലും സന്തോഷമില്ല, സമാധാനമില്ല. സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളിലാണുള്ളത്. ഒരു വസ്തു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, നമുക്കത് ലഭിക്കുമ്പോൾ ആ വസ്തു ഉള്ളിലുള്ള സന്തോഷത്തെ അല്ലെങ്കിൽ സമാധാനത്തെ പ്രകടമാക്കുന്നു. ഉള്ളതിനെ മാത്രമേ പ്രകടമാക്കാൻ സാധിക്കൂ, ഇല്ലാത്തതിനെ പ്രകടമാക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ഓൾറെഡി സമാധാനം ഉണ്ട് എന്നത് ഒരു തിയറം പോലെ മനസ്സിൽ വെച്ചാൽ മതി. ഇതൊരു സ്റ്റേജാണ് ക്ലാസ്സിൽ. ഉള്ളതേ പ്രകടമാക്കാൻ സാധിക്കൂ. ഇത് മനസ്സിലാക്കാത്തവർക്ക് ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഓഫ് ഡിഗിങ് എ വെൽ. ഒരു കിണർ കുഴിക്കുകയാണ്. നമ്മൾ സാധാരണ കിണർ കുഴിക്കുമ്പോൾ നമ്മൾ പറയും വെള്ളം കണ്ടു എന്ന് പറയും അല്ലേ? എങ്ങനെയാണ് വെള്ളം കണ്ടത്? കുഴിച്ചതുകൊണ്ട്. കിണർ കുഴിച്ചത് കൊണ്ടാണ് വെള്ളം കണ്ടത്. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, ശരിക്ക് പറഞ്ഞാൽ കുഴിച്ചതാണോ വെള്ളം കാണാൻ കാരണമായത്? ആണ്. അടുത്ത ചോദ്യം, ഈ വെള്ളമുണ്ടല്ലോ അതിനെ സൃഷ്ടിച്ചത് ഈ കുഴിക്കൽ പ്രോസസ്സാണോ? ഡിഡ് ദ ഡിഗിങ് ക്രിയേറ്റ് വാട്ടർ അണ്ടർനീത്ത്? അല്ല. ദ വാട്ടർ വാസ് ഓൾറെഡി ദെയർ. വെള്ളം അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്. ഈ ഡിഗിങ് പ്രോസസ്സ് എന്താ ചെയ്തത്? ഈ വെള്ളത്തെ മൂടി വെച്ച മണ്ണ് മാറ്റിയത് അല്ലേ? വെൻ വി റിമൂവ്ഡ് ദ മഡ്, ഓട്ടോമാറ്റിക്കായിട്ട് ആ കവറിങ് പോയി. കവറിങ് പോയ സമയത്ത് അവിടെയുള്ള വെള്ളം ദൃശ്യമായി. അതാണ് സത്യം. ഇതുപോലെ തന്നെയാണ് ഈ വെള്ളം നമ്മുടെ ഉള്ളിലുള്ള സമാധാനമായിട്ട് വിചാരിച്ചോളൂ. അതവിടെ ഉള്ളതാണ്. ഒരു പ്രോബ്ലം നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ പീസിനെ മൂടി വച്ചിരിക്കുകയാണ് ഈ പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലം മാറ്റാനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ആ പ്രോബ്ലം മാറുന്ന സമയത്ത് ആ സമാധാനമായ ജലം നമുക്ക് ദൃശ്യമാകുന്നു. ഇതാണ് സംഗതി. ഈ പ്രോബ്ലം അല്ല ശരിക്കും നമുക്ക് വിഷമമുണ്ടാക്കിയതും, ഈ പ്രോബ്ലം മാറിയതല്ല നമുക്ക് സമാധാനമുണ്ടാക്കിയതും. ഇങ്ങനെയും പറയാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ പീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു പ്രോബ്ലം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നിർത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ് പീസ്. അത് പുതുതല്ല. ഇറ്റ് വാസ് ഓൾറെഡി ദെയർ. അപ്പോൾ ഇവിടെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ്ലി തിരുത്തണം. ഒരു വ്യക്തി, ഒരു സാഹചര്യം, ഒരു അച്ചീവ്മെൻറ്റ്, ഒരു വസ്തു, ഇതിനൊന്നും നമുക്ക് ശരിക്ക് പറഞ്ഞാൽ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ നമുക്ക് എളുപ്പമായൊരു വഴിയാട്ടോ അത് നേടുക. എന്നിട്ട് കുറച്ച് സമയം സമാധാനം, സന്തോഷം അനുഭവിക്കുക. സന്തോഷിക്കുന്ന സമയം കുറച്ചേ ഉള്ളൂ കേട്ടോ. കൂടുതലും വിഷമത്തിലാണ് നമ്മൾ. ഓക്കെ. പീസ് എന്ന് പറഞ്ഞത് വന്നു പോകുന്ന ഒന്നല്ല. നമ്മൾ പറയും പീസ് വന്നു പോകുന്നു. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ട്രൂ. വെള്ളം വന്നു പോകുന്ന ഒന്നല്ല. വെള്ളം അവിടെ ആദ്യമേ ഉണ്ട്. അതുപോലെ തന്നെ സമാധാനം വന്നു പോകുന്ന ഒന്നല്ല, ഡിസ്റ്റർബൻസ് ആണ് വന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാം പീസ് ഇസ് വാട്ട് ഇസ് ലെഫ്റ്റ് വെൻ ദ മൈൻഡ്സ് ചാറ്റർ എൻഡ്സ്. മനസ്സിൻ്റെ അല്ലലുകൾ നിലയ്ക്കുമ്പോൾ അവശേഷിക്കുന്ന ഒന്നാണ് സമാധാനം. കാരണം സമാധാനം പുറത്താണ് എങ്കിൽ നമ്മൾ ഏത് സമയവും ആ സമാധാനം അന്വേഷിച്ച് പോയി ഇതിങ്ങനെ പറയാൻ കാരണം നമ്മൾ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ജീവിതത്തിലെ. ഒന്നും നേടേണ്ടതല്ല, എല്ലാം നേടിക്കോളൂ. പക്ഷേ നമുക്കൊരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതൊന്നുമല്ല ശാശ്വതമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടം എന്നൊരു വ്യക്തമായ കാഴ്ചപ്പാട്, സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിഷയവസ്തുവിൽ സമാധാനം ഇല്ല. വിഷയവസ്തുവിൽ സമാധാനമുണ്ടോ എന്നുള്ളത് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ വിഷയവസ്തു ചിലപ്പോൾ നമുക്ക് ദുഃഖം തരുന്നു, ചിലപ്പോൾ സന്തോഷം നൽകുന്നു. ഈ ദുഃഖവും ഈ സന്തോഷവും രണ്ടും സമാധാനമല്ല. പറയാൻ കാരണം എന്താ? ജോയ് എന്നുള്ളത് നമ്മൾ കണ്ടുവല്ലോ, ഡേവിഡ് ഹോക്കിൻസിൻ്റെ. ജോയ് താഴെയാണ്, പീസ് മുകളിലാണ്. പീസ് മുകളിലാകുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? പീസ് ഹയർ ലെവലിലാണ്. സമാധാനം എന്ന് പറയുന്നത് ഉയർന്ന തലത്തിലാണ്. ആ ഉയർന്ന തലത്തിലുള്ളതിൽ ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം ഇല്ലാതെയാകുമ്പോൾ ഉയർന്ന തലത്തിലുള്ളത് നമുക്ക് പ്രകടമാകും. അപ്പോൾ സന്തോഷം പോലും, ജോയ്, ആഹ്ലാദം എന്ന് പറയുന്നത് പീസിലുള്ളതാണ്.
പീസിലുള്ളൊരു പ്രത്യേക വൈബ്രേഷനാണ് നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാക്കുന്നത്. തീരെ താഴേക്ക് പോകുമ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻസും മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് വൈബ്രേഷൻസും. പക്ഷേ ഇത് രണ്ടുമല്ല സമാധാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ രമണ മഹർഷി പറയുന്നു, പാരോക്സിസം ഓഫ് ജോയ് ഈസ് ഇൻഫാക്ട് ആസ് പെയിൻഫുൾ ആസ് വൺ ഓഫ് പെയിൻ ആൻഡ് ബോത്ത് ആർ അക്കംപനീഡ് ബൈ റഫിൾഡ് ബ്രെത്ത്സ്. പാരോക്സിസം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഔട്ട് ബേസ്റ്റാണ്, ഒരു പ്രത്യേക ഇമോഷണൽ ഔട്ട് ബേസ്റ്റാണ്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, രണ്ടും ആകാം. ഇവിടെ പാരോക്സിസം ഓഫ് ജോയ് എന്ന് പറഞ്ഞത് അമിതമായ സന്തോഷം എന്നാണ് മഹർഷി പറഞ്ഞത്. പാരോക്സിസം ഓഫ് ജോയ് ഇസ് ഇൻഫാക്ട് ആസ് പെയിൻഫുൾ ആസ് വൺ ഓഫ് പെയിൻ. അമിതമായ സന്തോഷം വാസ്തവത്തിൽ വിഷമത്തെ പോലെ തന്നെ വേദനാജനകമാണ് എന്നാണ് പറയുന്നത്. റിയൽ പീസ് ഇസ് ഹാപ്പിനെസ്. ശരിയായ സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും പീസാണ്. ശരിയായ പീസ് എന്ന് പറയുന്നതാണ് സന്തോഷം. ഓക്കെ, ബോത്ത് ആർ അക്കംപനീഡ് ബൈ റഫിൾഡ് ബ്രെത്ത്സ് എന്ന് പറഞ്ഞു. രണ്ടും ശ്വാസോച്ഛ്വാസത്തിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഏത്? ദുഃഖവും സന്തോഷവും. നമ്മളിവിടെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ആ സമാധാനം ഉണ്ടല്ലോ ഏത് സമയവും നിലനിർത്താൻ സാധിക്കുക എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ ഹോൾ പ്രാക്ടീസിൻ്റെ ഒരു എസെൻസ് അതാണ്. ആത്മവിചാര ധ്യാനത്തിൻ്റെ എസെൻസ് ഒക്കെ ഇത് തന്നെയാണ്. ഒരു വസ്തു വന്നാലും പോയാലും നമ്മളെ അത് ബാധിക്കുന്നില്ല. നമുക്കറിയാം ഒരു കുറവുണ്ട് എന്നറിയാം. ആ കുറവ് നമ്മുടെ സമാധാനത്തെ ബാധിക്കുന്നില്ല. മഹർഷി പറയുന്നു, പ്ലഷേഴ്സ് ഡു നോട്ട് ഫോം ഹാപ്പിനെസ്. വിഷയസുഖങ്ങൾ സന്തോഷമല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഡിസയേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ നമുക്കിപ്പോൾ ഡിസയേഴ്സ് എല്ലാം അവിടെ ഇരിക്കട്ടെ. കാരണം ഇതെല്ലാം നാച്ചുറലായിട്ട് വരേണ്ട കാര്യങ്ങളാട്ടോ. ഈ ക്ലാസ് കേട്ടുകൊണ്ട് നമ്മൾ പലതും മനസ്സുപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ വിനയായി മാറും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ സ്കെയിലുണ്ടല്ലോ, മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ എവിടെയാണോ നമ്മളുള്ളത്, വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ലൈഫിനെ കുറിച്ചുള്ളത്. ആ കാഴ്ചപ്പാടനുസരിച്ച് മുന്നേറിക്കോളൂ. പക്ഷേ സാധന വിടരുത്. സാധന ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെയും ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഹൗ ക്യാൻ ഐ ഗെറ്റ് മോർ പീസ്? എനിക്ക് എങ്ങനെയാണ് കൂടുതൽ സമാധാനം ലഭിക്കുക എന്നത്. അതൊരു തെറ്റായ ചോദ്യമാണ്. കാരണം ഈ ചോദിക്കുന്ന നിങ്ങളാണ് പീസ്. ഈ ചോദിക്കുന്ന നിങ്ങളിലാണ് അതുള്ളത്. അപ്പോൾ ഇതെവിടെ നിന്ന് കൂടുതൽ കിട്ടുമെന്ന ചോദ്യം ശരിക്കും പറഞ്ഞാൽ അസ്ഥാനത്താണ്. ഓക്കെ, പകരം എന്ന് ചോദിക്കണം, ഹൂ ഈസ് ദ വൺ ദാറ്റ് വാണ്ട്സ് പീസ്? ആർക്കാണ് ഈ സമാധാനം വേണ്ടത് എന്ന് നമ്മൾ ചോദിക്കണം, എന്ന് നമ്മൾ അന്വേഷിക്കണം. ആർക്കാണ്? എനിക്ക് എന്നല്ല പറയാം. എന്ത് നേടിയാലും സന്തോഷിക്കുന്നതാരാണ്? ഞാനാണ്. എന്ത് ലഭിച്ചില്ലെങ്കിലും ദുഃഖിക്കുന്നതാരാണ്? ഞാനാണ്. ഓരോന്ന് നേടിക്കൊണ്ട് സമാധാനം കാക്ഷിക്കുന്ന ആൾ ആരാണ്? ഞാൻ തന്നെ. ഹൂ ഈസ് ദ വൺ? ഐ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഞാൻ എന്ന വസ്തുവിനെ കൃത്യമായി മനസ്സിലാക്കാതെ നമുക്ക് ശാശ്വതമായ സമാധാനം ഉണ്ടാകില്ല. അതാണ് മീനിങ്. ഇതാണ് റിയൽ സ്പിരിച്വൽ ടച്ച് ടു ലൈഫ്. മറ്റെല്ലാ കാര്യങ്ങളും പലതരം പ്രാക്ടീസസ് നമ്മൾ പറഞ്ഞു എല്ലാവരും ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷേ അവസാനം എത്തേണ്ടത് ഈ ഒരു പോയിന്റിലേക്കാണ്. അതാണ് ശരിയായ ആത്മീയ സ്പർശം എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമുക്ക് കൂടുതൽ സമാധാനം കണ്ടെത്താൻ കഴിയുക. ആ സമാധാനത്തിൽ ഏത് സമയവും ഉറച്ചു നിൽക്കാൻ കഴിയുക. സോ ഹൂ ഈസ് ദ വൺ ദാറ്റ് വോണ്ട്സ് പീസ്? ആർക്കാണ് സമാധാനം വേണ്ടത്? ഇത്രയും സമയം നമ്മൾ ചോദിച്ചു, എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക കൂടുതൽ സമാധാനം? എവിടെ പോയാലാണ് കിട്ടുക? എന്ത് ചെയ്താലാണ് കിട്ടുക എന്നൊക്കെ അന്വേഷിച്ചതിൽ അവിടെ നിന്ന് ആദ്യം ആരാണ് ഇത് കാക്ഷിക്കുന്നത് എന്നറിയണ്ടേ? ആരാണ് ഇത് അന്വേഷിക്കുന്നത് എന്നറിയാതെ പലതും അന്വേഷിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ ഞാൻ എന്ന പോയിന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന്. അപ്പോൾ അടുത്ത് ചോദിക്കേണ്ടത് മഹർഷി നമ്മളോട് പറഞ്ഞ ചോദ്യമാണ്. എന്താണത്? ഹൂ ആം ഐ? ആരാണ് ഞാൻ? ഇതിനാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. ആത്മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ എടുത്താൽ മതി. വേറൊരു ഒബ്ജക്റ്റായിട്ട് കാണണ്ട. ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞിട്ട് പോകണ്ട. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. ആ ഞാൻ എന്ന വസ്തുവിനെ നമ്മൾ
കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയും. നമുക്ക് പലർക്കും നമ്മൾ ഈ ശരീരമാണ് എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ശരീരമാണ് എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത വരുമ്പോൾ, ആ ഫീലിംഗ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ ഉറച്ച് വിശ്വസിക്കും പുറമേയുള്ള വസ്തുക്കളിൽ മാത്രമാണ് സന്തോഷവും സമാധാനവും ഉള്ളത് എന്ന്. കാരണം ഞാൻ എന്നെ തന്നെ ഒരു വസ്തുവായിട്ട് കൽപ്പിച്ചു കഴിഞ്ഞു. ഞാൻ എന്നെ തന്നെ ഈ ശരീരമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ശരീരം ആയ സോളിഡായിട്ടുള്ള ബോഡി ആകുമ്പോൾ മറ്റ് സോളിഡ് ബോഡീസിന് മാത്രമേ എനിക്ക് സന്തോഷം നൽകാൻ കഴിയുകയുള്ളൂ. എങ്കിലും സന്തോഷിക്കുന്നത് ശരീരമല്ല കേട്ടോ, അവിടെയും ഒരു ഞാനുണ്ട്. സത്യമല്ലേ? ആ ഞാൻ എന്ന വസ്തുവിനെയാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ശരീരമല്ല, മനസ്സല്ല. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഇന്നയാളാണ്, പേരുണ്ട്, ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുണ്ട്, വീട്ടിൽ അച്ഛനാണ്, അമ്മയാണ്, ഇങ്ങനെ പലതും ഉണ്ട്. ഇതെല്ലാം നാമരൂപങ്ങൾ എന്നാണ് പറയുന്നത്. ഇതൊന്നുമല്ല നിങ്ങൾക്ക് ആത്മവിചാര ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ ആ ഒരു സ്ഫുരണ അനുഭവപ്പെടും. അതാണ് യഥാർത്ഥ നിങ്ങൾ. അവിടെ പോകുന്ന സമയത്ത് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. എങ്കിലും നമ്മളെല്ലാവരും കർമ്മം ചെയ്യും. പക്ഷേ കർമ്മം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ ആഗ്രഹിക്കില്ല. കർമ്മത്തിൻ്റെ ഫലം പോലും നമ്മൾ കാക്ഷിക്കില്ല. ഇതെല്ലാം വലിയ സ്പിരിച്വൽ ട്രൂത്ത്സ് കൂടിയാണല്ലോ അല്ലേ? മനസ്സുകൊണ്ട് നമുക്ക് കർമ്മഫലം വേണ്ട എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ എല്ലാ ഉപനിഷത്തായാലും ശരി, വേദാന്തം, മഹർഷിയുടെ ടീച്ചിങ്സ്, ബൈബിൾ, ഇതിലെല്ലാത്തിലും പറയുന്ന സത്യം നമുക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? ഈ ഞാൻ എന്ന സത്വസ്തുവിനെ കണ്ടുപിടിക്കണം. അതാരാണ് എന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അന്വേഷിക്കണം. നമുക്കിനി മെഡിറ്റേഷനിലേക്ക് കിടക്കാം. കംഫർട്ടബിളായിട്ട് ഇരുന്നോളൂ. കണ്ണുകൾ പതുക്കെ അടച്ചു വയ്ക്കാം. ആദ്യം ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം പതുക്കെ പുറത്തോട്ട് വിടാം. അതിനുശേഷം നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഉള്ളിലേക്ക് തിരിക്കണം. ക്ലാസ്സിൽ നമ്മൾ കേട്ടത് സമാധാനം എന്നത് പുതുതായി എവിടെ നിന്നെങ്കിലും കൊണ്ടുവരേണ്ട ഒന്നല്ല എന്നതായിരുന്നു. എ ലിറ്റിൽ മോർ പീസ്, കുറച്ചുകൂടി സമാധാനം വേണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. സന്തോഷം, സമാധാനം യഥാർത്ഥത്തിൽ ലഭിക്കണമെങ്കിൽ നത്തിങ് റിയലി നീഡ്സ് ടു ബി ഡൺ റൈറ്റ് നൗ. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ആ ഒരു ബോധ്യത്തോടെയാണ് ഇപ്പോൾ ധ്യാനത്തിലിരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നത് ഇപ്പോൾ ആലോചിക്കാം. അപ്പോൾ സമാധാനമില്ലാതെയായി. ആ പ്രശ്നം അവസാനിച്ചപ്പോൾ സമാധാനം തിരികെ ലഭിച്ചു. ഒരു കടം തീർന്നപ്പോഴോ അസുഖം മാറിയപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായുള്ള തർക്കം അവസാനിച്ചപ്പോഴോ ഉണ്ടായ ആശ്വാസമായിരുന്നു ആ സമാധാനം. അന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ സമാധാനം എവിടെ നിന്നാണ് വന്നത്? ആ പ്രശ്നം മാറിയപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നേരത്തെ തന്നെയുള്ള സമാധാനം തടസ്സമില്ലാതെ അനുഭവപ്പെടുകയാണ് ചെയ്തത്.
ഒരു കിണർ കുഴിക്കുന്ന ഉദാഹരണം നമ്മൾ കണ്ടു. മണ്ണ് മാറ്റിയപ്പോൾ വെള്ളം കണ്ടു. ആ മണ്ണ് വെള്ളം നിർമ്മിച്ചതല്ല, വെള്ളം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ബഹളങ്ങൾ മാറുമ്പോൾ അനുഭവപ്പെടുന്ന ആ ശാന്തതയുണ്ടല്ലോ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏതെങ്കിലും ഒരു വസ്തുവിൽ സമാധാനം ഉണ്ടോ? വസ്തുക്കൾ ലഭിക്കുമ്പോൾ മനസ്സ് കുറച്ച് നേരത്തേക്ക് അടങ്ങുന്നു. അപ്പോൾ ഉണ്ടാകുന്ന അനുഭവമല്ലേ പീസ് അഥവാ സമാധാനം? മനസ്സ് അടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവമാണ് പീസ്. മനസ്സ് ഉലയുമ്പോൾ കോൺഷ്യസ്നസ് സ്കെയിലിൽ പല തട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകും. നമുക്ക് ഭയവും ദേഷ്യവും കുറ്റബോധവും അഹങ്കാരവും എല്ലാം ഉണ്ടാകുന്നത് മനസ്സ് ആടിയുലയുമ്പോഴാണ്. ഇവയെല്ലാം മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ് എന്നറിയണം. സമാധാനം എന്നത് ഇതിനെല്ലാം മുകളിലാണ്. മനസ്സ് പുറത്തുള്ള കാര്യങ്ങളിൽ സ്റ്റക്കായിരിക്കുമ്പോൾ നമ്മൾ ഈ താഴെയുള്ള തലങ്ങളിൽ പെട്ടുപോകുന്നു, കുടുങ്ങിപ്പോകുന്നു. ഇതിലൊന്നുമല്ല സമാധാനം ഉള്ളത് എന്ന തിരിച്ചറിവിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സ് അടങ്ങുന്നു. സമാധാനം അഥവാ പീസ് എന്നത് മനസ്സിൻ്റെ നിശബ്ദതയാണ്. അതാണ് സൈലൻസ്. ആ നിശബ്ദതയിലേക്ക് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം. വല്ല ചിന്തകളും വന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒന്നിനെയും തടയേണ്ട, ഒന്നിനെയും മാറ്റാൻ ശ്രമിക്കേണ്ട, ശ്രദ്ധിക്കുക. അടുത്തതായി ഈ ചിന്തകളെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ആരാണ് എന്നന്വേഷിക്കുക. ആത്മീയമായ പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഞാനാണല്ലോ. പ്രാർത്ഥനയും മന്ത്രങ്ങളും സേവനവും ഇവയെല്ലാം നല്ലതാണ്. പക്ഷേ ചെയ്യുന്നത് ആരാണ് എന്ന് നമ്മൾ അറിയണം. എനിക്ക് ജീവിതത്തിൽ സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്നത് ആര്?
എനിക്ക് സമാധാനം വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ എനിക്ക് എന്ന് പറഞ്ഞുവല്ലോ, അതാരാണ് എന്നാണ് അന്വേഷിക്കേണ്ടത്. ആ മാറാത്ത ഒരു ഞാൻ എല്ലാത്തിലുമുണ്ട്. ആ മാറാത്ത ഒന്ന് നമ്മുടെ ശരീരമല്ല, ഈ ശരീരത്തിന് കൊടുത്ത പേരല്ല, നമ്മുടെ ജോലിയല്ല, ഒന്നുമല്ല. കാരണം ഇവയെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മാറാതെ നിൽക്കുന്ന ഒരു ഞാൻ അവിടെ ഉള്ളിലുണ്ട്. അതിനെ അറിയാൻ ശ്രമിക്കുക. ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന ചിന്ത എവിടെ നിന്നാണ് ഉദിക്കുന്നത്? ആരാണ് അത് പറയുന്നത്? അതാണ് ശ്രീ രമണ മഹർഷിയുടെ ഹു ആം ഐ എന്ന ആത്മവിചാരം. ഇങ്ങനെ വിചാരം ചെയ്യുമ്പോൾ ഒരു മറുപടി പ്രതീക്ഷിക്കരുത്. കാരണം മറുപടി പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഞാൻ ഈ ശരീരമാണ് എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ ആ ഞാൻ എന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഓരോ ചിന്ത വരുമ്പോഴും ചിന്തകനിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടുക. എല്ലാ ചിന്തകളും അവസാനിക്കുന്ന ആ ഇടത്തേക്ക്, ആ നിശബ്ദതയിലേക്ക് ശ്രദ്ധ ഊന്നുക. മനസ്സിൻ്റെ ചാഞ്ചാട്ടം ഒന്നും തന്നെയില്ലാത്ത അവിടെയാണ് യഥാർത്ഥ സമാധാനം. ആ സമാധാനം, പീസ്, അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. മനസ്സിൻ്റെ ബഹളങ്ങളിൽ നമ്മൾ അറിയാതെ പോകുന്നു. ആ ബഹളങ്ങൾ മാറുമ്പോൾ അവിടെ എപ്പോഴും ഉണ്ടായിരുന്ന ആ സമാധാനം തെളിഞ്ഞു വരുന്നു. ആ സമാധാനം നിശബ്ദതയാണ്. ശുദ്ധമായ ബോധമാണ്. Place your attention there.
വന്നു പോകുന്ന ഒന്നല്ല ഈ സമാധാനം എന്ന് തിരിച്ചറിയുക. വന്നു പോകുന്നത് അസ്വസ്ഥതകളാണ്. ആ അസ്വസ്ഥതകൾ സമാധാനത്തെ മറയ്ക്കുന്നു. എന്നാൽ അസ്വസ്ഥതകൾ വരുമ്പോഴും വിചാരം ചെയ്യാൻ സാധിച്ചാൽ സമാധാനം നമ്മോടൊപ്പം ഉണ്ടാകുന്നു. ബിക്കോസ് യു ആർ ദാറ്റ് പീസ്. നിങ്ങൾ ആ സമാധാനം തന്നെയാണ്. ഞാൻ എന്ന കേന്ദ്രബിന്ദുവിൽ എഫേർട്ട്ലെസ്സായി, ഒട്ടും ശ്രമം ഉപയോഗിക്കാതെ ഇരിക്കുക. നിങ്ങൾ സമാധാനമായി നിലനിൽക്കുമ്പോൾ ആ സമാധാനത്തിൻ്റെ പ്രതീതി നിങ്ങളുടെ ചുറ്റുമുള്ളവർ അനുഭവിച്ചു തുടങ്ങും. നമുക്ക് അവരിൽ നിന്നും സമാധാനം ലഭിക്കില്ല. ഉള്ളിലുള്ള സമാധാനം അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. സ്റ്റേ there with the ultimate peace that you are. പതുക്കെ സമയമാകുമ്പോൾ കണ്ണുകൾ തുറക്കാം.